Hi friends, welcome to our channel again. I am Divagaran from Isotech Metrology Solutions. നമ്മൾ ISO 17025 എല്ലാ ക്ലോസസും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. 7.9, 7.10 നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് 7.11, ദാറ്റ് ഈസ് കൺട്രോൾ ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ്. ഈ 17025 കൺട്രോൾ ഓഫ് ഡോക്യുമെൻ്റ് ഉണ്ട്, കൺട്രോൾ ഓഫ് റെക്കോർഡ് ഉണ്ട്, അതേപോലെ തന്നെ കൺട്രോൾ ഓഫ് ഡാറ്റയുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൺട്രോൾ ഓഫ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ 17025 എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് ആണ്. നമ്മുടെ ക്വാളിറ്റി മാനുവൽ, ക്വാളിറ്റി സിസ്റ്റം പ്രൊസീജിയർ, കാലിബ്രേഷൻ പ്രൊസീജിയർ, ടെസ്റ്റ് പ്രൊസീജിയർ, ചില ഫോംസ്, ഫോർമാറ്റുകൾ, ബ്ലാങ്ക് ഫോം, ഇതെല്ലാം ഡോക്യുമെൻറ്റുകളാണ്. ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ സൈനൊക്കെ ചെയ്ത് സ്റ്റാമ്പൊക്കെ അടിച്ച് നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്താണ് അത് ഒരു റെക്കോർഡായിട്ട് മാറുന്നത്. ഇപ്പോൾ ISO 9001 ഇതിൻ്റെ കോൺടെസ്റ്റിലാണെങ്കിൽ അത് ഡോക്യുമെൻറ്റഡ് ഇൻഫർമേഷൻ എന്ന് പറയും. അതാണ് ഇതിൻ്റെ റെക്കോർഡുകൾ. ഈ റെക്കോർഡുകൾ നമ്മൾ സൂക്ഷിക്കുന്നത് വേറെ ഫയലിൽ ചെയ്യണം. എവിടെയൊക്കെ റീടൈൻ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാം ആ റെക്കോർഡുകളെല്ലാം നമ്മൾ ഫയലിൽ സൂക്ഷിക്കണം. പക്ഷേ അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡാറ്റ ജനറേറ്റ് ചെയ്യാണ് നമ്മൾ ഈ പ്രോസസ്സിൽ ചെയ്യുന്നത്. കാലിബ്രേഷൻ ആയാലും ടെസ്റ്റ് ആയാലും കുറേ ഡാറ്റ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ആയിരിക്കാം, ലെങ്ത് ആയിരിക്കാം, പ്രഷർ ആയിരിക്കാം, ചിലപ്പോൾ അത് ഓൺലൈൻ ഡാറ്റ ആയിരിക്കാം, അതായത് ഡിജിറ്റൽ ആയിരിക്കാം, ലൈക്ക് മില്ലി ഓംസോ അല്ലെങ്കിൽ മില്ലി വോൾട്ടൊക്കെ ആയിട്ടായിരിക്കാം ഡാറ്റ വരുന്നത്. ഈ ഡാറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്. പ്രോസസ്സ് ചെയ്ത് ചിലപ്പോൾ മാനുവലായിരിക്കാം, കുറേ റീഡിങ് ചെക്ക് ഷീറ്റിലൊക്കെ എഴുതി ആ റീഡിങ് പിന്നെ ഒരു ഫോർമുലയിലിട്ട് അല്ലെങ്കിൽ എക്സൽ ഉപയോഗിച്ച് നമ്മളത് കാൽക്കുലേഷൻ ചെയ്തിട്ട് ഒരു റിസൾട്ട് കണ്ടെത്തിയിട്ടാണ് അത് നമ്മൾ ഒരു റിപ്പോർട്ടിലോ അല്ലെങ്കിൽ ടെസ്റ്റ് റിപ്പോർട്ടിലോ കാലിബ്രേഷൻ റിപ്പോർട്ടിലോ കസ്റ്റമർ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ഈ ഡാറ്റ. ഡാറ്റ ക്യാൻ ബി ഡിജിറ്റൽ, അനലോഗ്, മാനുവൽ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഈ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുക എന്നിട്ട് റിസൾട്ട് കണ്ടെത്തുക, അതാണ് നമ്മുടെ ഈ ടെസ്റ്റിംഗ് ലാബുകാരും കാലിബ്രേഷൻ ലാബുകാരും ചെയ്യുന്ന പ്രധാന പണി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡാറ്റയെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും? അതിനെ കൺട്രോൾ ചെയ്യണം. കാരണം ഡാറ്റ മിസ്സായാലോ, മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്താലോ, ലോസ് ആയാലോ, ആരെങ്കിലും ടാമ്പർ ചെയ്താലോ ഇതെല്ലാം നമ്മുടെ റിസൾട്ടിനെ ബാധിക്കും. അപ്പോൾ ഡോക്യുമെൻ്റ് കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ റെക്കോർഡ് കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡാറ്റയും കൺട്രോൾ ചെയ്യണം. നമ്മുടെ ഡാറ്റയും ആ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, അത് ഡാറ്റയുടെ മാനേജ്മെൻറ്റാണ് ഈ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 7.11.1 the laboratory shall have access to the data and information needed to perform laboratory activities. നമ്മുടെ ലബോറട്ടറി ആക്ടിവിറ്റീസ് നടപ്പാക്കണമെങ്കിൽ ടെസ്റ്റിങ്ങോ കാലിബ്രേഷനോ ചെയ്യണമെങ്കിൽ നമുക്ക് ഡാറ്റ ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാ റെലവൻറ്റ് ഡാറ്റയും നമുക്ക് അവൈലബിൾ ആയിരിക്കണം നമ്മുടെ എഞ്ചിനീയേഴ്സിന്. 7.11.2 the laboratory information management system used for the collection, processing, recording, reporting, storage or retrieval of data shall be validated for functionality, including the proper functioning of interfaces within the laboratory management system by the laboratory before introduction. Whenever there are any changes, including laboratory software configuration or modification to commercial off-the-shelf software, they shall be authorized, documented and validated before implementation. നമ്മുടെ ഡാറ്റയുടെ ട്രാൻസ്ഫർ, ഈ ഡാറ്റ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് അതിന് പല ഇൻ്റർഫേസുകൾ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചെക്ക് ഷീറ്റ് ഉണ്ട്, റോ ഡാറ്റ ജനറേഷൻ. നമ്മൾ ചെക്ക് ഷീറ്റിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നു, ടെമ്പറേച്ചർ, വോളിയം എല്ലാം ഫില്ല് ചെയ്യും. എന്നിട്ട് അത് ഒരു സ്ഥലത്തു നിന്നായിരിക്കും ടെമ്പറേച്ചർ എടുക്കുന്നത്, വേറെ സ്ഥലത്തു നിന്നായിരിക്കും അതിൻ്റെ വോളിയം എടുക്കുന്നത്, വേറെ സ്ഥലത്ത് മാസ് എടുക്കും. ഇതെല്ലാം കൂടി ചിലപ്പോൾ അവിടുത്തെ സൂപ്പർവൈസറുടെ കയ്യിൽ വരും. സൂപ്പർവൈസർ അത് ചില ചെക്കിങ്ങോ ചെയ്ത്, അതാണ് ഒരു ഇൻ്റർഫേസ് അവിടെ ഒരു മാനുവൽ ആക്ഷനിൽ. അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിലോ കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിൽ അത് എവിടെയെങ്കിലും കുറേ ദൂരത്തുള്ള ഫീൽഡിൽ നിന്നൊക്കെ ആയിരിക്കും ഡാറ്റ വരുന്നത്. ഈ ഡാറ്റ പല ഇൻ്റർഫേസുകളിലും കടന്ന് പല കമ്പ്യൂട്ടർ പ്രോസസ്സിങ് കമ്പ്യൂട്ടറിലൊക്കെ പോയിട്ടൊക്കെ ആയിരിക്കും അതിന് റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ ഫങ്ഷണാലിറ്റി ചെക്ക് ചെയ്യണം, വാലിഡേറ്റ് ചെയ്യണം, ഇതെല്ലാം പ്രോപ്പർലി ഫങ്ഷൻ ആവുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നീട് ഈ ടെസ്റ്റിംഗ് ആരംഭിച്ചതിന് ശേഷം, കാലിബ്രേഷൻ ആരംഭിച്ച ശേഷം എവിടെയെങ്കിലുമൊക്കെ അത് ശരിക്കും ബിഹേവ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന റിസൾട്ട് എല്ലാം തെറ്റായിരിക്കും. അപ്പോൾ എപ്പോഴും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളത് വാലിഡേറ്റ് ചെയ്യണം പ്രോപ്പർലി. അതേപോലെ തന്നെ നിങ്ങളൊരു സോഫ്റ്റ്വെയർ വാങ്ങിച്ചിരിക്കുകയാണ്, ആ സോഫ്റ്റ്വെയറാണ് ഈ ഡാറ്റ മുഴുവൻ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ആ സോഫ്റ്റ്വെയർ വാലിഡേറ്റ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയതായിരിക്കാം, നിങ്ങളുടെ എക്സൽ പ്രോഗ്രാമിംഗ് കൂടെ ഉണ്ടാക്കിയതായിരിക്കാം. ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് എല്ലാവരും ചെയ്യുന്ന അൺസർട്ടനിറ്റി കാൽക്കുലേഷനൊക്കെ എക്സൽ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ഒരു സെല്ല് ആരെങ്കിലും അറിയാതെ അത് ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ
നിങ്ങൾ ഒരു ഭാഗത്ത് ടൈപ്പ് എയുടെ 10 റീഡിങ് അടിച്ചു കൊടുക്കുന്നുണ്ടാവും, വേറെ ഭാഗത്ത് ടൈപ്പ് ബിയുടെ കമ്പോണൻസ് എല്ലാം നിങ്ങൾ ഫീഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ കാൽക്കുലേഷനിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സെല്ല് ആരെങ്കിലും ബൈ മിസ്റ്റേക്ക് ഡിലീറ്റ് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന റിസൾട്ടും ഈ അൺസർട്ടനിറ്റി എല്ലാം തെറ്റായിട്ടായിരിക്കും പോകുന്നത് കസ്റ്റമർക്ക്. അപ്പോൾ അത് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ഇത് ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്തായാലും ചെയ്യണം. പിന്നെ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ സോഫ്റ്റ്വെയറിനെ, ഈ എക്സൽ സോഫ്റ്റ്വെയർ വാട്ട് എവർ യു മെയ്ഡ്, അതിനെ നിങ്ങൾ വാലിഡേറ്റ് ചെയ്ത് വെക്കണം. അതായത് എക്സൽ വഴി നിങ്ങളൊന്ന് കാൽക്കുലേഷൻ ചെയ്യുക, അപ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടും അൺസർട്ടനിറ്റിയും നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇത് മാനുവലി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് മാനുവലി ടൈപ്പ് എ കണ്ടെത്തുക, അതിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുലയൊക്കെ നിങ്ങൾക്ക് അറിയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക, പിന്നെ ടൈപ്പ് ബിയുടെ വേരിയസ് കമ്പോണൻസ് എടുക്കുക, ഡിവൈഡ് ബൈ √3. അത് റെക്ടാങ്കുലർ ആണെങ്കിൽ ഡിവൈഡ് ബൈ √3, നോർമൽ ആണെങ്കിൽ ഡിവൈഡ് ബൈ 2 എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഈ അൺസർട്ടനിറ്റി കാൽക്കുലേഷൻ്റെ ട്രെയിനിങ് കിട്ടിയപ്പോൾ. അതേപോലെ നിങ്ങൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ മാനുവലി കിട്ടുന്ന റീഡിങ്ങും ഈ എക്സൽ ഈ പ്രോഗ്രാമിൽ കൂടെ കിട്ടുന്ന റീഡിങ്ങും സെയിം ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ എക്സലിനെ നിങ്ങളുടെ എഞ്ചിനീയേഴ്സിനോ ടെക്നീഷ്യൻസിനോ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിനോ ഒക്കെ യൂസ് ചെയ്യാൻ കൊടുക്കാൻ പാടും. ദാറ്റ് ഷുഡ് ബി വാലിഡേറ്റഡ്. സിമ്പിൾ തിങ്. വേറെ വെളിയിൽ നിന്ന് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സോഫ്റ്റ്വെയർ ആണെങ്കിൽ അത് എന്തായാലും നിങ്ങൾ വാലിഡേറ്റ് ചെയ്ത് നോക്കണം. അത് തരുന്ന റിസൾട്ട് കറക്റ്റാണ് എന്നുള്ളത് ഒരു മാനുവലി ഒന്ന് ചെക്ക് ചെയ്താൽ മതി. കൈകൊണ്ട് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ അറിയാലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ത്രെഡ് പ്ലഗേജിൻ്റെയൊക്കെ പിച്ച് എഫക്റ്റീവ് ഡയമീറ്റർ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴുള്ള അതൊരു ട്രിഗോണോമെട്രിക്കൽ ഫോർമുലയൊക്കെ ഉണ്ട്. അതൊരു സോഫ്റ്റ്വെയർ ചെയ്യുകയാണ്, നിങ്ങൾ ആ ഫോർമുല അപ്ലൈ ചെയ്ത് നോക്ക്, എന്നിട്ട് അത് കറക്റ്റാണോ റീഡിങ് വരുന്നതെന്ന്. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് ആ വാലിഡേറ്റ് ചെയ്ത റെക്കോർഡ് ആക്ച്വലി യു ഹാവ് ടു കീപ്പ് ഇൻ ദ ഫയൽ. ഓക്കെ, അത് ഓഡിറ്റിംഗ് സമയത്ത് ചോദിക്കും. 7.11.3 The laboratory information management system shall be protected from unauthorized access. അതായത് നിങ്ങളുടെ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, നിങ്ങളുടെ സോഫ്റ്റ്വെയർ എപ്പോഴും പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. നിങ്ങളുടെ കമ്പ്യൂട്ടർ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അതായത് അൺഓതറൈസ്ഡ് ആക്സസ് പ്രിവെൻറ്റ് ചെയ്യാനാണ്. ആ പാസ്വേഡ് അറിയുന്നവർക്ക് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. ബി സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ടാമ്പറിങ് ആൻഡ് ലോസ്. നിങ്ങളുടെ ഡാറ്റ നഷ്ടപ്പെടാതിരിക്കാനോ ആരെങ്കിലും അത് പോയി കളിക്കാതിരിക്കാനോ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ്. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും പെട്ടെന്ന് ക്രാഷായി പോയാൽ മൊത്തം ഡാറ്റയും നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് യു ഹാവ് ടു വാട്ട് ടു ഡു, അത് ബാക്കപ്പ് ചെയ്യണം. യു ഹാവ് ടു ബാക്കപ്പ് ദ ഡാറ്റ പ്രോപ്പർലി. ബി പ്രൊട്ടക്റ്റഡ് ഇൻ ആൻ എൻവിറോൺമെൻറ്റ് ദാറ്റ് കംപ്ലൈസ് വിത്ത് പ്രൊവൈഡർ ഓർ ലബോറട്ടറി സ്പെസിഫിക്കേഷൻസ് ഓർ ഇൻ ദ കേസ് ഓഫ് നോൺ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റംസ് provides conditions which safeguard the accuracy of manual recording and transcription. മാനുവലി നിങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ വൃത്തിയായിട്ട് എഴുതുക, മനസ്സിലാവുന്ന പോലെ. അത് അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റിലാണ് സൂക്ഷിക്കണം, നഷ്ടപ്പെടരുത്. പിന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം ആണെങ്കിൽ വേണ്ട പാസ്വേഡ് പ്രൊട്ടക്ഷനും അതുപോലത്തെ ആൻറ്റിവൈറസ് വരേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്യണം. കാരണം ഈ ഡാറ്റ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ അത്രയും ചെയ്ത വർക്കിന് അർത്ഥമില്ലാതെയാവും. Be maintained in a manner that ensures the integrity of the data and information. ഈ ഡാറ്റയും നിങ്ങളുടെ ഇൻഫർമേഷനും എല്ലാം അതിൻ്റെ ഇൻറ്റിഗ്രിറ്റിയെ നഷ്ടപ്പെടാതിരിക്കാനും അത് അൺഓതറൈസ്ഡ് ആൾക്കാർ തൊടാതിരിക്കാനും എല്ലാം എന്തെല്ലാം വേണോ അതെല്ലാം നിങ്ങൾ ചെയ്തിരിക്കണം. ഇൻക്ലൂഡ് റെക്കോർഡിംഗ് സിസ്റ്റം ഫെയിലിയേഴ്സ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻ. ഇപ്പോൾ റെക്കോർഡിംഗ് സിസ്റ്റം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ടെമ്പറേച്ചർ ആയിരിക്കാം, അതൊരു കേബിളും വെച്ച് അവിടെ പ്രോബ് സെൻസർ ഇട്ടിട്ടുണ്ടാവും, അതിങ്ങനെ കമ്പ്യൂട്ടറിൽ ഡാറ്റ ലോഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും രാത്രിയല്ല. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആ വയർ എവിടെയെങ്കിലും കട്ടായി കഴിഞ്ഞാൽ ഈ ഡാറ്റ നിൽക്കും. അപ്പോൾ ഈ ഡാറ്റയുടെ ട്രാൻസ്ഫർ നിൽക്കും. ഇപ്പോൾ നിങ്ങൾ രാവിലെ വന്ന് നോക്കുമ്പോൾ അതുവരെ ചെയ്ത നൈറ്റിൽ നിങ്ങൾ ലോഗ് ചെയ്തൊന്നും കിട്ടാതെയും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഫീൽഡിലൊക്കെ ആണെങ്കിൽ ഫ്ലോ കമ്പ്യൂട്ടേഴ്സിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ വളരെ ദൂരത്തുള്ള പൈപ്പ് ലൈനിലായിരിക്കും വരുന്നത്. അതിൻ്റെ അപ്പ് സ്ട്രീം ഡൗൺ സ്ട്രീമിലെ ടെമ്പറേച്ചറും പ്രഷറിൻ്റെയൊക്കെ ലോഗിങ്ങും ഒക്കെ അവിടെ സെൻസർ വെച്ചിട്ടുണ്ടാവും. അതൊരു കേബിൾ കൂടെ ആയിരിക്കും വരുന്നത്. ആ കേബിളൊക്കെ ചിലപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അതിൻ്റെ ടൈമിലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. 7.11.4 When a laboratory information management system is managed and maintained off-site or through an external provider, the laboratory shall ensure that the provider or operator of the system complies with all applicable requirements of this document. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഡാറ്റയുടെ സ്റ്റോറേജും അതിൻ്റെ പ്രോസസ്സിങ്ങും എല്ലാം നിങ്ങളൊരു തേർഡ് പാർട്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു ക്ലൗഡ് ബേസ്ഡ് വേറൊരു വെബ് പോർട്ടലിലായിരിക്കാം നിങ്ങളിതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചില സിസ്റ്റം ചില ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു സ്റ്റോറേജ് നിങ്ങളുടെ ലോക്കൽ കമ്പ്യൂട്ടറിലോ സെർവറിലോ അല്ല, ദാറ്റ് വിൽ ബി മാൻഡ് ആൻഡ് സ്റ്റോർഡ്
പ്രോസസ്ഡ് ബൈ അനദർ സർവീസ് പ്രൊവൈഡർ. അപ്പോൾ അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരും ഈ 70.025 എല്ലാ റിക്വയർമെൻറ്റ്സും അവർ പാലിക്കണം. പ്രധാനമായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇമ്പാർഷ്യാലിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി അവർ സൂക്ഷിക്കണം. വേറൊരാളുടെ ഡാറ്റ വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. അനോതറൈസ്ഡ് ആൾക്കാരെ അതിനെ അക്സസ് ചെയ്യരുത്, ടാമ്പർ ചെയ്യരുത്, നഷ്ടപ്പെടരുത്. ഇത്രമെല്ലാം ആണ് ആവശ്യമായ ഡാറ്റയുടെ. അപ്പോൾ ആ തേർഡ് പാർട്ടിയും അത് ഉറപ്പിക്കണം. അപ്പോൾ അവരോടും അങ്ങനത്തെ ആൾക്കാരൊക്കെ നിങ്ങളിത് കൊടുക്കാൻ പാടും ഈ ഒരു സർവീസ്. ഓക്കെ. 7.11.5 The laboratory shall ensure that instructions, manuals and reference data relevant to the laboratory information management system are made readily available to personnel. അപ്പോൾ ഈ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് തന്നെ ചില പ്രൊസീജിയറുകൾ ഉണ്ടാവും, ചില മാനുവലുകൾ ഉണ്ടാവും. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ULM-ൻ്റെ മൈക്രോറപ്പിൻ്റെയൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അതിനൊരു മാനുവൽ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും നിങ്ങളുടെ എഞ്ചിനീയേഴ്സിന് സംശയം ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാൻ ഉള്ള മാനുവൽ ഉണ്ട്. ഇപ്പോൾ ഇത്ര മാനുവലോ ഇൻസ്ട്രക്ഷൻസോ നിങ്ങളുടെ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവൈലബിൾ ആയിരിക്കണം. ഷുഡ് ബി ഗിവൺ ടു യുവർ പേഴ്സണൽ. 7.11.6 Calculations and data transfers shall be checked in an appropriate and systematic manner. എല്ലാ കാൽക്കുലേഷനും ഈ ഡാറ്റ ട്രാൻസ്ഫറുകളൊക്കെ ഒരു അപ്രോപ്രിയേറ്റ് മാനറിൽ, അത് വേണ്ട രീതിയിൽ എങ്ങനെയാണോ എവിടേക്കാണോ വെച്ചാൽ ചെക്ക് ചെയ്യേണ്ടത്. അതായത് ആദ്യം ഒരു ടേബിളിൽ നിന്നൊരു ഡാറ്റ വരും, അത് അവിടെ പോയി സൂപ്പർവൈസർ എടുത്ത് പോകും, സൂപ്പർവൈസറിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകും. ഫൈനലി അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, റിസൾട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റിന് അങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു 7.11 ഓഫ് ISO 17025. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് 8ാമത്തെ ക്ലോസ് മാനേജ്മെൻറ്റ് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ആയിട്ട് വരാം. 8ാമത്തെ ക്ലോസ് ആണത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ isotechmetrology@gmail.com മെയിൽ അയച്ചാൽ മതി. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എല്ലാ കാര്യത്തിലും റിഗാർഡിംഗ് ദിസ് കാലിബ്രേഷൻ മെട്രോളജി ആൻഡ് ISO 17025. ഓക്കെ, താങ്ക് യു വെരി മച്ച്.